ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ചാറ്റ് മസാലയാണ്. നമ്മൾ കടല കൊണ്ടൊക്കെ ഇങ്ങനെ ഇതേപോലെ ചാറ്റ് മസാല ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ പൊരി വെച്ചിട്ടാണ്. പൊരി വെച്ചിട്ട് അടിപൊളിയായിട്ട് നല്ല പുളി അതേപോലെ തന്നെ എരിവൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരാം, സപ്പോർട്ട് തരാം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ചാറ്റ് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ചെറിയ ഉള്ളിയാണ് പൊടിയായി അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുത്ത് അതിലേക്ക് തന്നെ 2 തക്കാളിയാണ് അതേപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുത്ത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ചെറിയ പച്ചമുളകാണ്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം, എരിവില്ലെങ്കിൽ 3 എണ്ണം നിങ്ങൾക്ക് എടുക്കുക. ചെറിയതായിട്ട് പൊടിയായിട്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 1/4 കപ്പ് നമ്മൾ മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ്. ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നമ്മളെ കാശ്മീരി ചില്ലി പൗഡറാണ്. അതും ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കപ്പലണ്ടിയാണ്, നിരക്കടല വറുത്തത്. അത് 1 കപ്പ് തന്നെ ഉണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ കൂടി കടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമ്മൾക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. കൈകൊണ്ട് നമ്മളെ മസാലകളൊക്കെ നല്ലതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കുന്നത് പൊരിയാണ്. പൊരി ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പൊരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇത് ചേർത്ത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇത് പോവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത് ആ സമയത്താണ് നമ്മൾക്ക് പൊരി ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ പൊരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പൊരി നമ്മളെ മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നമ്മളെ പൊരിക്ക് നമ്മളെ പുളിയും അതേപോലെ എരിവും എല്ലാം തന്നെ നല്ല കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചിരിക്കണം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കുക. അത് 10 മിനിറ്റേ വേണ്ടൂ ഇത് ഉണ്ടാക്കിയെടുക്കാനും. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ടേസ്റ്റിയായ പൊരി ചാറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ പൊരി എല്ലാം മിക്സാക്കി ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ അസ്സലാമലൈക്കും. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.